ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സ്വാഗതം. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെ, നമുക്ക് ലഭ്യമായ പോലീസ് റിപ്പോർട്ടുകളും വാർത്താലേഖനങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ എന്താ പറയുക, വളരെ വിചിത്രമായൊരു ചിത്രമാണ് തെളിയുന്നത്. ബിടെക്കും MBAയും പാസ്സായ ഉയർന്ന ശമ്പളമുള്ള ഒരു IT ഉദ്യോഗസ്ഥ, ഒരു ഹൈ പ്രൊഫൈൽ ജോലി. അതെ. എന്നിട്ടവർ സ്വന്തം കുടുംബത്തിലെ പ്രായമായവരെ ലക്ഷ്യമിട്ട് കൊള്ളയടിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഒരു വെറും സാമ്പത്തിക കുറ്റകൃത്യം എന്നതിലുപരി പണത്തോടുള്ള ആർത്തിയാണോ അതോ ആധുനിക ജീവിതം നൽകുന്ന അദൃശ്യമായ സമ്മർദ്ദങ്ങളാണോ ഒരാൾ ഇതിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടെ കാണണം. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വിദ്യാസമ്പന്നയായ ഒരാൾ ഇങ്ങനെ ഒരു വഴിയെ തെരഞ്ഞെടുത്തത്? വിദ്യാഭ്യാസം, നല്ല ജോലി, സന്തുഷ്ടമായ കുടുംബം എന്നീ പുറമോടികൾക്കുള്ളിൽ ഒരു മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം ഇരുണ്ടതാകാം എന്നതിന്റെ ഒരു നേർചിത്രമാണിത്. കേൾക്കുന്ന നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ദിവസവും കാണുന്ന തികച്ചും സാധാരണക്കാരെന്ന് തോന്നുന്ന പല മനുഷ്യരുടെയും ഉള്ളിൽ എന്തൊക്കെ കൊടുങ്കാറ്റുകളായിരിക്കും അടിച്ചു വീശുന്നത്. ആ കൊടുങ്കാറ്റിന്റെ വ്യാപ്തി ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. ആ വ്യാപ്തി മനസ്സിലാക്കാൻ ഈ കേസിന്റെ അടിസ്ഥാന വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. തീർച്ചയായും. നമ്മൾ സംസാരിക്കുന്നത് 31 വയസ്സുകാരിയായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെക്കുറിച്ചാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT ഹബ്ബുകളിലൊന്നായ പുണെയിലെ ഹിഞ്ചവാടി IT പാർക്കിലാണ് അവർ ജോലി ചെയ്യുന്നത്. വളരെ പ്രമുഖമായ ഒരു IT കമ്പനിയിൽ. അതെ. ഇവരുടെ ഭർത്താവും ഒരു IT പ്രൊഫഷണലാണ്. അവർക്ക് 1 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ഒറ്റനോട്ടത്തിൽ ആരും കൊതിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം. തികച്ചും സന്തുഷ്ടവുമെന്ന് തോന്നിക്കുന്ന ജീവിതം. വാരാന്ത്യങ്ങളിലെ ഷോപ്പിംഗ്, മൾട്ടിപ്ലക്സുകളിലെ സിനിമ, ഫ്ലാറ്റ് ജീവിതം. ഇതൊക്കെയാണ് നമ്മൾ പുറമേ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം അവർ നടത്തിയത് അതിക്രൂരമായ 3 കുറ്റകൃത്യങ്ങളാണ്. കേവലം മോഷണം മാത്രമല്ലാതെ. അല്ല, അതൊരു ലിസ്റ്റ് പോലെ വായിച്ചു പോകുന്നതിനേക്കാൾ ആ സംഭവങ്ങൾ എങ്ങനെ നടന്നു എന്ന് പരിശോധിക്കുന്നത് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തും. ആദ്യം അവർ ലക്ഷ്യമിട്ടത് സ്വന്തം അമ്മൂമ്മയാണ്, അല്ലേ? അതെ. പുണെയിലെ കാർബൺ നഗറിൽ താമസിക്കുന്ന 75 വയസ്സുള്ള സ്വന്തം അമ്മൂമ്മയെ. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്തെന്നാല് കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും അത് ചെയ്ത ആളുടെ പശ്ചാത്തലവും തമ്മിലുള്ള വലിയൊരു വൈരുദ്ധ്യമാണ്. ഒരു വൈറ്റ് കോളർ പശ്ചാത്തലമുള്ള ഒരാൾ. അതെ. കോർപ്പറേറ്റ് ലോകത്ത് ജോലി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാള് തെരുവിലെ സ്ഥിരം ക്രിമിനലുകൾ ചെയ്യുന്നത് പോലുള്ളൊരു കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറായി എന്നത് അവിശ്വസനീയമാണ്. ഡിജിറ്റൽ തട്ടിപ്പുകളോ മറ്റോ അല്ല അവർ ചെയ്തത്. അല്ല, നേരിട്ടുള്ള അക്രമത്തിന്റെ വഴിയാണ് അവർ തിരഞ്ഞെടുത്തത്. മനഃശാസ്ത്രത്തിൽ നമ്മൾ ഇതിനെ കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് വിളിക്കാറുണ്ട്. അതായത് സ്വന്തം ചിന്തകൾ തമ്മിലുള്ള ഒരു സംഘർഷം. കൃത്യമായി പറഞ്ഞാൽ താനൊരു നല്ല അമ്മയാണ്, നല്ല ഉദ്യോഗസ്ഥയാണ് എന്ന ചിന്തയും അതേസമയം താനൊരു ക്രിമിനലാണ് എന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷം. ഈ 2 ചിന്തകളെയും അവരെങ്ങനെയാണ് ഒരേ മനസ്സിൽ കൊണ്ടു നടന്നത് എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അത് വളരെ ഭയാനകമായ ഒരു മാനസികാവസ്ഥയാണ്. ആ സംഘർഷം എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് കാർബൺ നഗറിലെ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നടന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ? സ്വന്തം അമ്മൂമ്മയെ കാണാൻ അവർ വീട്ടിലെത്തുന്നു. പ്രായമായ അമ്മൂമ്മ സ്വന്തം പേരക്കുട്ടിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ടാകും. സ്വാഭാവികമായും. എന്നാൽ ആ പേരക്കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു പ്രത്യേകതരം കെമിക്കൽ ലായനിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഷോക്ക്. അവർ ആ കെമിക്കൽ സ്പ്രേ സ്വന്തം അമ്മൂമ്മയുടെ മുഖത്തേക്ക് അടിക്കുകയും അവരെ കീഴ്പ്പെടുത്തി മോഷണം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. സ്വന്തം പേരക്കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ആ അമ്മൂമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ഈ ക്രൂരമായ സംഭവത്തിലാണ് അവർ പോലീസിന്റെ പിടിയിലാവുന്നത്. ആലോചിച്ചു നോക്കൂ, സ്വന്തം അമ്മൂമ്മയുടെ മുഖത്ത് കെമിക്കൽ അടിക്കാൻ ഒരാൾ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ. എന്തിനാണ് അവരിത് ചെയ്തതെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഷെയർ മാർക്കറ്റിലെ പണം നഷ്ടപ്പെടുന്നത് പലർക്കും സംഭവിക്കുന്നതല്ലേ? അതെ, പക്ഷേ അതിനർത്ഥം സ്വന്തം അമ്മൂമ്മയെ ആക്രമിക്കാമെന്നല്ലോ. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിലാണ് ഈ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ ഭീകരത ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചതല്ല. വളരെ കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. അതെ, കെമിക്കൽ വാങ്ങണം, ബാഗിൽ ഒളിപ്പിക്കണം, അമ്മൂമ്മയോട് ചിരിച്ച് സംസാരിക്കണം, അവർ മറ്റൊരു വശത്തേക്ക് തിരിയുന്ന സമയം നോക്കി അത് പ്രയോഗിക്കണം. ഇതൊരു സാധാരണ മനുഷ്യൻ ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. പ്രായമായവരെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതും ഒരു ചോദ്യമാണ്. പ്രായമായവർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവർ വളരെ എളുപ്പത്തിൽ ഇരകളാകാം. അതായത് ഒരു ഈസി ടാർഗറ്റാണവർ. ഈ യുവതിക്ക് അത് കൃത്യമായി അറിയാമായിരുന്നു. മാത്രമല്ല, സ്വന്തം പേരക്കുട്ടി വരുമ്പോൾ ആരും അവരെ സംശയത്തോടെ നോക്കില്ല.
മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും വലിയ അടിസ്ഥാന ശിലയായ വിശ്വാസം എന്ന വികാരത്തെയാണ് അവരിവിടെ ചൂഷണം ചെയ്തത്. കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ബന്ധു വരുമ്പോൾ അവർ നിങ്ങൾക്ക് കുടിക്കാൻ തരുന്ന വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നിങ്ങൾ സംശയിക്കുമോ? ഒരിക്കലുമില്ല. ആ ഒരു വിശ്വാസത്തെയാണ് അവരിവിടെ ആയുധമാക്കിയത്. അമ്മൂമ്മയുടെ വീട്ടിലെ ശ്രമം പരാജയപ്പെട്ടപ്പോഴാകാം അവർ സിൻഹഗഡ് റോഡിലെ സ്വന്തം അമ്മാവന്റെ വീട്ടിലേക്ക് തിരിഞ്ഞത്. അവിടെ അവർ കൂടുതൽ വിജയകരമായിരുന്നു എന്ന് പറയേണ്ടി വരും. പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം സ്വന്തം അമ്മാവന്റെ വീട്ടിൽ നിന്നും അവർ 15 തോല, അതായത് 15 പവൻ സ്വർണമാണ് മോഷ്ടിച്ചത്. 15 പവൻ ചെറിയൊരു തുകയല്ല അത്. അല്ല, അതിനുശേഷവും അവർ നിർത്തിയില്ല. മൂന്നാമതായി കോത്രൂഡിലുള്ള മറ്റൊരു അമ്മാവന്റെ വീട്ടിൽ കയറി അവിടെ നിന്നും വിലപിടിപ്പുള്ള പല സാധനങ്ങളും അവർ കവർന്നു. ഈ മോഷണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് പോലീസ് കണ്ടെത്തിയോ? കണ്ടെത്തി. അലങ്കാർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഇൻസ്പെക്ടർ ഉല്ലാസ് കദം നൽകിയ വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കാരണം പുറത്തുവരുന്നത്. എന്തായിരുന്നു അത്? കോവിഡ് സമയത്തും അതിനുശേഷവും അവർ ഷെയർ മാർക്കറ്റിൽ വലിയ തോതിൽ പണം നിക്ഷേപിച്ചിരുന്നു. അവിടെ അവർക്ക് നേരിടേണ്ടി വന്നത് വളരെ വലിയ സാമ്പത്തിക നഷ്ടമാണ്. ട്രേഡിംഗിലെ നഷ്ടം. അതെ, തനിക്ക് നഷ്ടപ്പെട്ട പണം എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണം എന്ന ചിന്തയാണ് അവരെ ഇതിലേക്ക് നയിച്ചത്. ഈ ഒരു പോയിന്റില് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ മറ്റു ട്രേഡിംഗ് ആപ്പുകൾ ഇന്നത്തെ കാലത്തൊരു ഗെയിം പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു തരം അഡിക്ഷൻ പോലെ. അതെ, അതിനെ ഗെയിമിഫിക്കേഷൻ ഓഫ് ട്രേഡിംഗ് എന്ന് പറയാം. നമ്മുടെ ഫോൺ സ്ക്രീനിൽ കാണുന്ന പച്ചയും ചുവപ്പും വരകൾക്കപ്പുറം അത് യഥാർത്ഥ പണമാണെന്ന ബോധം പലപ്പോഴും ആളുകൾക്ക് നഷ്ടപ്പെടുന്നു. വിരൽത്തുമ്പിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പ്രതിഫലിക്കുമ്പോഴാണ് അവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ആ നഷ്ടം തിരിച്ചുപിടിക്കാൻ വീണ്ടും വീണ്ടും അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുമല്ലേ? അതെ, ആ ഒരു മാനസികാവസ്ഥയെ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് വിളിക്കാം. ഈ യുവതി അനുഭവിച്ച മാനസിക സമ്മർദ്ദം അവിടെ തുടങ്ങുന്നതാണ്. ഹിഞ്ചവാടി പോലുള്ള IT നഗരത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടാകും. തീർച്ചയായും. വില കൂടിയ കാർ, വലിയ ഫ്ളാറ്റ്, സമൂഹമാധ്യമങ്ങളിലെ സ്റ്റാറ്റസ്, ഇതെല്ലാം നിലനിർത്താൻ പണം വേണം. സാമ്പത്തിക തകർച്ചയുണ്ടായി എന്ന് സമൂഹത്തെയോ കൂട്ടുകാരെയോ അറിയിക്കാനുള്ള ഭയം. ആ ഭയമാണ് അവരെ ഈ ഇരുണ്ട വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിച്ചത്. ആ ഭയവും രഹസ്യ സ്വഭാവവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വിവരമുണ്ട്. എന്നെ ശരിക്കും അതിശയിപ്പിച്ച കാര്യം ഈ യുവതിയുടെ ഭർത്താവിന്റെ പ്രതികരണമാണ്. ഭർത്താവിന് ഇതൊന്നും അറിയില്ലായിരുന്നോ? പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭർത്താവ് പറഞ്ഞത് താൻ ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ്. വിശ്വസിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ട്. അതെ, ഭാര്യ സ്വന്തം ബന്ധുക്കളെ കാണാൻ പോകുന്നുവെന്ന് മാത്രമാണ് തന്നോട് പറഞ്ഞിരുന്നതെന്ന് ഭർത്താവ് പോലീസിനോട് വ്യക്തമാക്കി. ഒരേ വീട്ടിൽ കഴിഞ്ഞിട്ടും. അതെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ദിവസവും കാണുന്ന, സംസാരിക്കുന്ന നിങ്ങളുടെ പങ്കാളിക്ക് ഇങ്ങനെയൊരു രഹസ്യമുണ്ടായിരുന്നെങ്കിലോ? അതൊരു വലിയ മാനസിക ആഘാതമായിരിക്കും. ഒരേ വീട്ടിൽ, ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു കുഞ്ഞിനെയും വളർത്തി ഒന്നിച്ചു കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയുടെ ഈ സമാന്തര ജീവിതം അല്ലെങ്കിൽ ഇരട്ട ജീവിതം ഭർത്താവ് എങ്ങനെ അറിയാതെ പോയി? അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണിതെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. ഒരുമിച്ച് ജീവിക്കുമ്പോഴും പങ്കാളികൾ തമ്മിൽ എത്രത്തോളം മാനസികമായ അകലമുണ്ട് എന്നത് ഇത് വ്യക്തമാക്കുന്നു. രണ്ടുപേരും വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് അവരുടേതായ പ്രൊജക്ടുകള്, മീറ്റിംഗുകളുമൊക്കെ ഉണ്ടാകും. അതെ, രാവിലെ ലാപ്ടോപ്പ് തുറന്ന് രാത്രി അടയ്ക്കുന്നതിനിടയിൽ അവർ പരസ്പരം സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തിയിരുന്നില്ലായിരിക്കാം. വളരെ ശരിയായൊരു നിരീക്ഷണം. അവൾക്ക് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ടായതും അതിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളും മനസ്സിലാക്കാൻ ആ ഭർത്താവിന് സാധിച്ചില്ല. ഒരുപക്ഷേ അവൾ തന്റെ ഫോണിലെ ട്രേഡിംഗ് ആപ്പുകൾ രഹസ്യമായി വെച്ചിട്ടുണ്ടാകാം. പുറമേ കാണുന്ന ആധുനിക കുടുംബ സംവിധാനങ്ങൾക്കുള്ളിൽ മനുഷ്യർ എത്രമാത്രം ഏകാന്തരാണെന്ന സത്യം നമ്മളിവിടെ കാണേണ്ടതുണ്ട്. നമ്മൾ ദിവസവും ചിരിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ളിൽ ഒരുപക്ഷെ വലിയൊരു കടലിരമ്പുന്നുണ്ടാകാം. നമ്മളതറിയുന്നില്ല എന്ന് മാത്രം. ഈ രഹസ്യജീവിതം ഒടുവിൽ നിയമത്തിന് മുന്നിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി നോക്കാം. പോലീസ് നടപടികൾ തുടങ്ങിയോ? അതെ, പോലീസ് വളരെ കൃത്യമായ നടപടികൾ തന്നെ എടുത്തിട്ടുണ്ട്. മുൻപ് നമ്മൾ IPC എന്ന് കേട്ടിരുന്നതിന്റെ പുതിയ രൂപമായ ഭാരതീയ ന്യായ സംഹിത അഥവാ BNS പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഏത് വകുപ്പുകൾ പ്രകാരമാണ്? സെക്ഷൻ 309, അതായത് റോബറി അല്ലെങ്കിൽ പിടിച്ചുപറി, അതുപോലെ സെക്ഷൻ 303, അതായത് മോഷണം.
എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അന്വേഷണവുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ട് അവർക്ക് ക്രിമിനൽ നടപടിച്ചട്ടപ്രകാരം നോട്ടീസും നൽകിയിട്ടുണ്ട്. ഈ നിയമ നടപടികൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് ഈ കേസിൽ തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. നിയമവും കുടുംബവും നേർക്കുനേർ വരുന്നൊരവസ്ഥയാണത്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിച്ചത്. സിൻഹഗഡ് റോഡിലെ അമ്മാവന്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച 15 തോല സ്വർണം പോലീസ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെടുത്തു. അത് അമ്മാവന് തിരികെ നൽകുകയും ചെയ്തു. അതിൽ എന്താണ് ട്വിസ്റ്റ്? ഇവിടെയാണ് ഏറ്റവും വലിയ വഴിതിരിവ് സംഭവിക്കുന്നത്. കുടുംബബന്ധം പരിഗണിച്ച് ആ അമ്മാവൻ പോലീസിൽ നൽകിയ പരാതി പിൻവലിച്ചു. പരാതി പിൻവലിച്ചോ? അതെ. അതുകൊണ്ട് പോലീസ് ആ പ്രത്യേക മോഷണക്കേസ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാണ് സീനിയർ ഇൻസ്പെക്ടർ കദം ഔദ്യോഗികമായി അറിയിച്ചത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു വശത്ത് സ്വന്തം ബന്ധുക്കളെ ആക്രമിച്ചു കൊള്ളയടിച്ച ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം, മറുവശത്ത് എല്ലാം ക്ഷമിച്ച് നിയമ നടപടികളിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കുടുംബം. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം, ഇങ്ങനെയാണോ നീതി നടപ്പിലാക്കേണ്ടതെന്ന്? തീർച്ചയായും തോന്നും. നമുക്കിതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ സമൂഹത്തിലെ നീതിന്യായ വ്യവസ്ഥയും കുടുംബ ബന്ധങ്ങളും തമ്മിലുള്ള വലിയൊരു സംഘർഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രക്തബന്ധം പലപ്പോഴും നീതിക്ക് മുകളിൽ വരുന്നു. അതെ, നിയമം വളരെ കർശനമായി നിൽക്കുമ്പോഴും ഒരു കുറ്റകൃത്യം സംശയലേശമന്യേ തെളിയിക്കപ്പെടുമ്പോഴും ഇന്ത്യൻ കുടുംബ വ്യവസ്ഥിതിയുടെ ഒരു പ്രത്യേകതയാണിത്. സ്വന്തം കുടുംബത്തിന്റെ മാനം കോടതി കയറുന്നതൊഴിവാക്കുക എന്നതായിരിക്കാം അവരുടെ പ്രധാന ഉദ്ദേശം. പിന്നെ ആ കുട്ടിയുടെ ഭാവിയും അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. ശരിയാണ്. നമ്മുടെ കുട്ടിയല്ലേ, അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ജയിലിൽ പോയാൽ അവളുടെയും ആ 1 വയസ്സുള്ള കുഞ്ഞിന്റെയും ഭാവി എന്താകും എന്നൊക്കെയുള്ള വൈകാരികമായ ചിന്തകളാകാം ആ അമ്മാവനെക്കൊണ്ട് കേസ് പിൻവലിക്കാൻ പ്രേരിപ്പിച്ചത്. അത് കുടുംബത്തിന്റെ സ്നേഹമായി കാണാമെങ്കിലും മറുവശത്ത് ഇതൊരു തെറ്റായ സന്ദേശം കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. ഒരു കുറ്റവാളിക്ക് നിയമത്തിന്റെ പിടിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഈ കുടുംബ ബന്ധങ്ങൾ തന്നെ ഒരുക്കിക്കൊടുക്കുന്നു. ഇപ്പോൾ ഏതു കേസ് മാത്രമാണ് നിലനിൽക്കുന്നത്? കാർവനഗറിലെ അമ്മൂമ്മയുടെ കേസാണ് ഇപ്പോൾ പ്രധാനമായും നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ പരാതികൾ പിൻവലിക്കപ്പെടുമ്പോൾ അത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനുള്ള ധൈര്യം കുറ്റവാളികൾക്ക് നൽകുകയല്ലേ ചെയ്യുന്നതെന്ന ചോദ്യം നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. വളരെ പ്രസക്തമായൊരു പോയിന്റാണത്. കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷേ ഈ ഒരു ധാർമ്മിക പ്രതിസന്ധിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? സ്വർണം തിരികെ കിട്ടിയതുകൊണ്ട് മാത്രം ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കുറയുമോ? അപ്പോൾ ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ ചുരുക്കത്തിലൊന്നു നോക്കാം. പുറമെ വളരെ വിജയകരമെന്നും സന്തുഷ്ടമെന്നും തോന്നുന്ന ഒരു ജീവിതം, ഉയർന്ന വിദ്യാഭ്യാസവും IT മേഖലയിൽ നല്ല ജോലിയും, പക്ഷേ ഉള്ളിൽ ഓഹരി വിപണിയിലുണ്ടായ തകർച്ച വരുത്തിവെച്ച പുറത്തു പറയാൻ കഴിയാത്ത വലിയ സാമ്പത്തിക പ്രതിസന്ധി. ആ ഡിജിറ്റൽ ലോകത്തെ നഷ്ടം മറികടക്കാൻ അവർ തെരഞ്ഞെടുത്തത് അതിക്രൂരമായ ഭൗതിക വഴിയാണ്. ങ്ങളെപ്പോലും പണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ മടി കാണിക്കാത്ത മാനസികാവസ്ഥ. ഒടുവിൽ പിടിക്കപ്പെടുമ്പോൾ അതേ കുടുംബബന്ധത്തിന്റെ പേരിൽ നിയമത്തിൽ നിന്നും ലഭിക്കുന്ന ഇളവുകൾ. ഇതെല്ലാം നമ്മൾ ഈ ഒരൊറ്റ കേസിൽ കണ്ടു. അതെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള ഈ ഡിജിറ്റൽ ലോകത്ത്, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആളുകൾ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ തേടുന്നു. മൊബൈൽ സ്ക്രീനുകളിൽ കാണുന്ന വലിയ ലാഭങ്ങളുടെ പരസ്യങ്ങൾ അവരെ ആകർഷിക്കുന്നു. അത് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തകർച്ച അവരെ ഏതറ്റം വരെയും കൊണ്ടുപോകാം. ഈ കേസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. പ്രായമായവരുടെ സുരക്ഷ. അതെ, പ്രായമായവർ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം അരക്ഷിതരാണെന്ന സത്യം, അവരെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം വീടുകൾക്കുള്ളിൽ പോലും സ്വന്തം ബന്ധുക്കളിൽ നിന്നുപോലും അവർ സുരക്ഷിതരല്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ശരിയാണ്. നമ്മൾ ഈ ആഴത്തിലുള്ള പഠനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ചിന്ത കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ചിന്ത. നമ്മൾ ഇന്ന് വിശകലനം ചെയ്ത വാർത്തയിലും വിവരങ്ങളിലും നമ്മൾ കണ്ടത് ഷെയർ മാർക്കറ്റിലെ നഷ്ടം എന്ന പോയിന്റാണ്. എന്നാൽ അതൊന്നും മാറ്റി ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ, അതെ, ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ ലോൺ ആപ്പുകൾ പോലുള്ള ഓൺലൈൻ ലോകത്തെ ആധുനിക സാമ്പത്തിക ഇടപാടുകൾ പുറമേ കാണാൻ കഴിയാത്ത എത്ര വലിയ മാനസിക സമ്മർദ്ദമാണ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നത്. ആരും കാണാത്തൊരു സമ്മർദ്ദം. ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ ഈ സാമ്പത്തിക ഇരട്ട ജീവിതം, അതായത് നമ്മുടെ ഡിജിറ്റൽ ഡബിൾ ലൈവ്സ്, യാഥാർത്ഥ്യത്തിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇത്തരം ഇരുണ്ട വഴികളിലേക്കാണോ?
നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ചുറ്റുമുള്ള എപ്പോഴും ചിരിച്ച മുഖവുമായി നടക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ രഹസ്യമായി ഇത്തരം എന്തെങ്കിലും സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണോ? വലിയൊരു ചോദ്യമാണത്. അവരുടെ ആ മനോഹരമായ ചിരിക്കു പിന്നിൽ ഒരു പക്ഷേ ഡിജിറ്റൽ ലോകത്ത് എല്ലാം നഷ്ടപ്പെട്ടവന്റെ വലിയൊരു ഭയമുണ്ടാകാമോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ വ്യക്തിപരമായ ചിന്തയ്ക്കായി ഞാൻ വിടുകയാണ്. അത് നമ്മുടെ കാലഘട്ടത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യമാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുമായി കുറച്ചുകൂടി തുറന്ന ആശയവിനിമയം നടത്താൻ, അവരുടെ സ്ക്രീനുകൾക്ക് പിന്നിലെ ജീവിതം എന്താണെന്ന് ചോദിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കണം. ഈ വിശകലനത്തിൽ ഈ സങ്കീർണമായ വിഷയത്തിന്റെ വിവിധ തലങ്ങളിലൂടെ നമ്മളോടൊപ്പം സഞ്ചരിച്ചതിന് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു നന്ദി. വീണ്ടും മറ്റൊരു രസകരമായ വിഷയത്തിന്റെ വിശകലനവുമായി നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുക, അവരുടെ ചിരികൾക്ക് പിന്നിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നന്ദി. സുരക്ഷിതരായിരിക്കുക.